തുടർന്നു മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കുരുക്കുമുറുകുന്നു. കെജ്രിവാളിനെ CBIയും അറസ്റ്റ് ചെയ്തേക്കും. കേസിൽ പ്രതിചേർത്ത കെജ്രിവാളിനായി കസ്റ്റഡി അപേക്ഷ നൽകും. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, CBI ആയിരുന്നു ഈ കേസ് ആദ്യം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നീട് കേസ് ശക്തമാക്കിയെടുത്തത് ED ആയിരുന്നു. ED ഈ കേസ് ഇപ്പോൾ CBIയിലേക്ക് കൂടി കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ കേസ് CBIയിലേക്ക് കൂടി എത്തിക്കാനാണോ ശ്രമിക്കുന്നത്? നികേഷ്, ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIയുടെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ഈ കേസിൽ ഒരിക്കൽ CBI അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുകയും ചെയ്തതാണ്. ED ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന അടിസ്ഥാനത്തിലാണ് ED അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. EDയുടെ അറസ്റ്റ് വന്ന പശ്ചാത്തലത്തിൽ ഇതേ കേസിൽ CBI കൂടി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ കേസിൽ CBI ആയിരുന്നു മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തത്. പിന്നാലെ ED ആ കേസിൽ അദ്ദേഹത്തിന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യങ്ങൾ പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് രണ്ട് പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. എന്താണെങ്കിലും ആദ്യഘട്ടത്തിൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ CBI ചോദ്യം ചെയ്തപ്പോൾ മറ്റൊരു തെളിവുകളും അന്ന് ലഭിച്ചിരുന്നില്ല. സമാനമായ EDക്കുണ്ടായ അതേ സാഹചര്യം തന്നെയായിരുന്നു അന്നും അരവിന്ദ് കെജ്രിവാളിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBIക്കും ഉണ്ടായിരുന്നത്. എന്താണെങ്കിലും ED തെളിവുകൾ ഉണ്ട് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് ഏറെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് EDക്ക് പിന്നാലെ CBIയും രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ ആം ആദ്മി പാർട്ടിക്കും അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് കൂടിയായിരിക്കും.